സീക്രട്ട് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സീക്രട്ട് തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കുറേ പേരിപ്പോൾ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മേ ബി ഒരുപാടൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം. അതിൽ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് പോലും ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഓരോ മൊമെൻറ്റും അല്ലെങ്കിൽ ആ ഒരു മെമ്മറബിൾ ഡേ ഇനിയും ഒരു റീക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് പോലും ആഗ്രഹിക്കുന്നുണ്ട്. സോ അത്രയധികം ആ ഒരു വ്യക്തി ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഏറ്റവും നല്ല ഒരു മൊമെൻ്റായിട്ട് അവർ കരുതിയിട്ടുണ്ടായിരുന്ന ആ ഓരോ മൊമെൻറ്റിനെ പോലും അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആ ഒരു സാഹചര്യങ്ങളും അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻ ഇനി ഒന്നുകൂടി വന്നിരുന്നെങ്കിൽ എന്ന് അവർ ഈ ഒരു സമയത്ത് പോലും ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് സ്വാർഡ്സ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിനെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഒരുപാട് വളരെയധികമായിട്ട് അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇങ്ങനെ പോകുന്നത് ഓർത്തിട്ട് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഈ ഒരു സമയത്ത് ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥയായിട്ട് കാണുന്നുണ്ട്. അവരെന്തൊക്കെയോ ബുദ്ധിമുട്ടുകളിൽ പെട്ട് കിടക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒരുപാട് മേ ബി അവർക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അവർ ഒരുപാട് സ്ട്രഗിൾസ് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്തൊരവസ്ഥ മീൻസ് അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു ഡിസ്റ്റൻസ് വന്നത് മേ ബി അവരുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സമയത്ത് പോലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പോലും നിങ്ങളുമായിട്ടുള്ളൊരു കൂടിച്ചേരലാണ് അവരുടെ മനസ്സിലുള്ള ഒരു എയിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് അവരുടെ ലൈഫിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു മുൻഗണന കൊടുക്കുന്നതും അല്ലെങ്കിൽ എന്ത് നിങ്ങളുമായിട്ടുള്ളൊരു കൂടിച്ചേരലിൽ മാത്രമാണ് അവരുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെ അവർ ഒരുപാട് റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ സീക്രട്ട് തോട്ട്സ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാക്കണം എന്ന് തന്നെയാണെന്നാണ് ഇവിടെ ലവേഴ്സ് കാർഡിൽ നിന്ന് പോലും വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ടു ഓഫ് സ്വാർഡ്സ് ആയിരുന്നു. ഈ ഒരു കാർഡിനെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പിടിയിലാണെന്നാണ് പറയാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം അവർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ അലട്ടുന്നുണ്ട്. കൂടുതൽ പേർക്ക് അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ ലൈഫിലുണ്ടായിരുന്ന ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ചിലർക്ക് അത് ഒരു വ്യക്തിയായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു കാര്യം ആലോചിച്ച് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാത്ത പോലെ കാണുന്നുണ്ട്. അത്രയധികം അവരുടെ കണ്ണുകൾ മൂടി കെട്ടി വെച്ചിട്ട് അങ്ങനെ ഒരാളുടെ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളുടെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇന്ന രീതിയിലാണ് അവരുടെ ലൈഫ് കൊണ്ടുപോകേണ്ടതെന്ന് ഒരു ഉദ്ദേശിച്ചാൽ കൂടി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവരുടെ മനസ്സിൽ തോന്നുകയാണ് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് അവർ 100% ഹാപ്പി ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ തന്നെ മുന്നിട്ടിറങ്ങി എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഡയറക്ഷനിലേക്ക് പോകുന്ന പോലെയാണ്. മീൻസ് അത്രത്തോളം ഒരു കണ്ണ് മൂടി കെട്ടിയൊരു അവസ്ഥയാണ് അവർക്കിപ്പോൾ. അവരുടെ മനസ്സ് പറയുന്ന രീതിയിൽ അവർക്ക് അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ബിക്കോസ് അത്രയധികം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. അതിപ്പോൾ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്ട്രഗിൾസ് ആയിരിക്കാം. ചിലപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് എത്തണമെന്ന് പറയുന്ന ഓർത്താൽ തന്നെയും അതിലുപരിയായിട്ട് ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും അല്ലെങ്കിൽ കരിയർ വൈസ് ഉണ്ടാകുന്നതായിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു രീതിയിൽ അവർക്ക് എന്താണ് ഒരു രീതിയിൽ അവർക്ക് ഒരു ഫിനാൻഷ്യലി ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ പല രീതിയിൽ അവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ആ ഒരു വ്യക്തി ഈ നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് മനസ്സ് പോയാൽ തന്നെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിലാണ് കാണുന്നത്. കൂടുതൽ പേർക്ക് ഇതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ആവാനാണ് ചാൻസ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന രണ്ട് കാർഡ്സ് ആയിരുന്നു നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാർഡ്സ് എനർജിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറിപ്പോകണം. ഈ ഒരു എന്തൊക്കെ തടസ്സങ്ങളാണോ നിങ്ങളിലേക്ക് എത്താനായിട്ട് അവരുടെ മുന്നിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് അതൊക്കെ തന്നെ നന്നായിട്ട് തന്നെ മാറിപ്പോയതിന് ശേഷം നിങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണമെന്നൊക്കെ ആയിരിക്കണം അവരുടെ ഇപ്പോഴത്തെ ഒരു സീക്രട്ട് ആയിട്ടുള്ള തോട്ട്സ് എന്ന് പറയുന്നത്. അവർ സീക്രട്ടായിട്ട് തന്നെ ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെ ആകാനാണ് ചാൻസ് കൂടുതലെന്നാണ് കാർഡ്സിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ കിട്ടിയിട്ടുള്ള കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ അവർ ഈ ഒരു സമയത്ത് എന്തൊക്കെ ഒരു തടസ്സമാണോ അവരുടെ ലൈഫിൽ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത് അതൊക്കെ തന്നെ മാറിപ്പോകണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്.
അതുപോലെ തന്നെ 4 ഓഫ് കപ്സ് എന്നുള്ളൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോലും അവർ ആഗ്രഹിക്കുന്നത് പല കാര്യങ്ങൾ ചിലപ്പോൾ അവരിൽ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് കാണുമായിരിക്കും. പക്ഷേ അതിലൊന്നും തന്നെ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവർക്കൊരു മറ്റു രീതിയിലുള്ള പ്രപ്പോസലുകളോ അപ്പോൾ അല്ലെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യിക്കാൻ രീതിയിൽ പലരും ശ്രമിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ അട്രാക്റ്റഡ് ആകാനുള്ള ഒരു സാധ്യതകൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അതൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് അതിൽ നിന്നൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ഓരോ കാര്യത്തിൽ നിന്നും ഒന്നും തന്നെ അവർക്കൊരു 100% ഹാപ്പിനെസ് കിട്ടിയില്ല. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് പകരമാവാൻ നിങ്ങൾക്കേ സാധിക്കൂ എന്നുള്ളൊരു കാര്യം അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിന്ന് പോലും മനസ്സിലാവുന്നത് നിങ്ങളാണ് അവരുടെ 100% ഉള്ള ഒരു ഭയങ്കരമായിട്ട് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ ബാക്കി ഒന്നും തന്നെ നിങ്ങൾക്ക് പകരമാകാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം അവരിപ്പോൾ ഓർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻ കേസ് അതൊന്നും ഇപ്പോൾ പോസിബിൾ ആക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അവരുടെ മനസ്സ് പറയുന്നത് മുഴുവൻ നിങ്ങളിലേക്ക് എത്തണമെന്ന് തന്നെയാണ്. നിങ്ങളെക്കുറിച്ചിട്ടാണ് അവരുടെ ഓരോ ഓർമ്മകൾ പോലും അവരുടെ മനസ്സിൽ പോലും നിങ്ങളാണ് ഉള്ളതെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, ഞാനിവിടെ ക്ലാരിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്ലാരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന 4 കാർഡ്സാണ്. 2 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഏസ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ 5 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ദ സൺ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഓരോ കാർഡ്സിൻ്റെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ 2 ഓഫ് വാൺസിൻ്റെ എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു വരവിനായിട്ട് അവർ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്നാണ് ഒരു റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവുന്നതെന്നൊക്കെ ഓർത്തിട്ട് അവർ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് മേ ബി ഈ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ മറന്ന് കാണുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ വന്നതോടുകൂടി അവർ വേറെ കാര്യത്തിലൊക്കെ എൻഗേജ്ഡ് ആയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പോയി കാണുമോ എന്നൊക്കെ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി കുറേ അധികമായിട്ടൊരു സ്നേഹം അവരുടെ ഉള്ളിലുണ്ട്. സോ അത് നിങ്ങളോട് മേ ബി അവർ എക്സ്പ്രസ് ചെയ്യാത്തതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കണം അവരുടെ സീക്രട്ട് തോട്ട്സ് എന്ന് പറയുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് തന്നെ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ ഒരുപാട് ഡീപ്പായിട്ട് ഒരുപാട് ആഴത്തിൽ അവരുടെ മനസ്സിലുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് വാൺസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പോലും അവരുടെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന കാർഡ്സിലൂടെ. പക്ഷേ എന്നിരുന്നാലും അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 5 ഓഫ് വൺസിൻ്റെ എനർജി പറയുന്നത് ഒരുപാട് ശ്രമകരമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ കൂടി അവർക്ക് ഇപ്പോഴും നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെ അവർ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർ ഫൈറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ പരാജയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും അവർ നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ദ സൺ കാർഡിൻ്റെ എനർജിയിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഈ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡിൽ നിന്ന് വ്യക്തമാണ്. സോ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഫേസ് ചെയ്യുന്നത് അതൊക്കെ തന്നെ മാറാനുള്ളൊരു സമയമായിട്ടുണ്ട്. സോ ഒരു പുതിയ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ വയ്ക്കാവുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു സമയത്ത് പോലും ഓർക്കുന്നത് എന്നൊക്കെ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത്.